ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മൈ ഡ്രീം മാളൂട്ടിയിലേക്ക് സ്വാഗതം. ഇന്ന് ദേ മാളൂന് സ്കൂളിലൊരു കോമ്പറ്റീഷനാട്ടോ. അപ്പോൾ അതിന് നമ്മൾ വീട്ടിൽ നിന്ന് റെഡി ആയിക്കൊണ്ട് തന്നെ പോകണമായിരുന്നു. അപ്പോൾ ഇന്ന് നേരത്തെ എണീറ്റ് ഞങ്ങൾ റെഡിയായി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മാള് ഇതുവരെയായിട്ടും കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ വേഗം ഇച്ചിരിയൊക്കെ എടുത്ത് കഴിച്ചത് റെഡിയായി. 6 മണിയായപ്പോഴത്തേനും ഞങ്ങൾ ഇറങ്ങി കേട്ടോ. നേരത്തെ തന്നെ സ്കൂളിൽ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ മെയിൻ്റെനൻസ് പണി ഉണ്ടെങ്കിൽ അത് ചെയ്യണം. പിന്നെ ഇവർക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നറിയില്ല കേട്ടോ. ഞാനവിടെ നിൽക്കും, അനീഷേട്ടനും പോരും കേട്ടോ. ശരിക്കും 8:30ക്കാണ് പ്രോഗ്രാം. പക്ഷെ ഞങ്ങളവിടെ 7 മണിയാകുമ്പോഴത്തേനും ചെല്ലണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പോകുകയാണ് മാളൂക്കുട്ടിയുടെ സ്കൂളിലേക്ക്. ഇന്നാണ് പ്രോഗ്രാം. ഇന്നിപ്പോൾ ബ്ലോക്കുകളൊന്നുമില്ല. അത് കാരണം നമ്മൾ നേരത്തെ തന്നെ ചെല്ലുമെന്ന് തോന്നുന്നുണ്ടോ. ഒത്തിരി ലേറ്റ് ആവില്ല. അതേ സ്കൂളിലെത്തിയിട്ടുണ്ട്. മാളൂൻ്റെ ഫ്രണ്ട്സൊക്കെ എല്ലാവരും തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അനീഷേട്ടൻ ഞങ്ങളിവിടെ ആക്കിയിട്ട് അങ്ങ് പോയി. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ മാളൂനൊരു ക്ലാസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഇതാണ് മാളൂൻ്റെ ഇന്ന് ഫിക്സ് ചെയ്തിരിക്കുന്ന ക്ലാസ്. അപ്പോൾ അതേ കുട്ടികളൊക്കെ മിക്കവരും തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. 2-3 പേര് മുടി കെട്ടാനുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പേരൻസ് തന്നെയാട്ടോ ചെയ്യുന്നത്. ഞങ്ങൾ 2-3 പേരുണ്ടായിരുന്നു. അപ്പോൾ മുടി കെട്ടാത്ത പിള്ളേർക്ക് മുടിയൊക്കെ കിട്ടിക്കൊടുത്ത് ഒന്നും കൂടി ഒന്ന് സെറ്റാക്കി കുട്ടികളെ റെഡിയാക്കി താഴത്തേക്ക് ഇതിൻ്റെ സ്റ്റേജിൻ്റെ ബാക്കിലാക്കിയിട്ട് ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഓരോ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. എല്ലാം ഒന്നിനൊന്നും വെച്ചായിരുന്നു കേട്ടോ. അടിപൊളി പ്രോഗ്രാംസ് ആയിരുന്നു. ആദ്യം തന്നെ ഞങ്ങൾ ചെന്നിരുന്ന സമയത്ത് ക്ലാസിക്കൽ ഡാൻസ് ആയിരുന്നു. അപ്പോൾ കുട്ടികളെല്ലാവരും നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സൂപ്പർ പരിപാടിയായിരുന്നു. ആദ്യം ക്ലാസിക്കൽ എൻ്റെ ഒരു സെക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഈ ഗ്രൂപ്പിൽ ഡാൻസിലെ പിള്ളേർക്കാണ് കേട്ടോ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ. അടിപൊളി തീമായിരുന്നു കേട്ടോ. അവരുടെ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കുട്ടികളുടെ തുടങ്ങിയിട്ടുണ്ട്. ഓരോ പരിപാടിക്കിടയിലും കഴിഞ്ഞു പോയ പരിപാടിയുടെ റിസൾട്ട് പറയുക, അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിള്ളേർ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു. ഞങ്ങൾ പിടിച്ച് വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കട്ടെ. ആ സമയത്ത് കുറേ പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ റിസൾട്ട് വന്നു. ഇവർക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രൈസ് കിട്ടുന്ന റിസൾട്ട് പറയുമ്പോൾ തന്നെ അവർ സർട്ടിഫിക്കറ്റും കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസിന് സമ്മാനം കിട്ടി. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ വിചാരിച്ചതേ ഇല്ല ഇവർ ഇത്ര നന്നായിട്ട് കളിക്കുമെന്ന്. പ്രാക്ടീസൊക്കെ ചെയ്തപ്പോൾ വളരെ നോർമലായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു അവർ കാഴ്ചവെച്ചത്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേന് അവർ ഫയറായിട്ട് അടിപൊളി സൂപ്പറായിട്ടാണ് പെർഫോം ചെയ്ത്. അപ്പോൾ പിള്ളേർക്ക് സന്തോഷമായി. പിന്നെ സർട്ടിഫിക്കറ്റൊക്കെ എല്ലാവരുടെയും കയ്യിൽ പിടിച്ചൊരു ഫോട്ടോഷൂട്ട് നടത്താമെന്ന് വിചാരിച്ച് എല്ലാത്തിൻ്റെയും കൂടെ സൈഡിൽ കൊണ്ടുപോയി എല്ലാവരും നിർത്തി ഓരോ ഫോട്ടോയും വീഡിയോസും ഒക്കെ പിടിച്ചു. കുട്ടികളും നല്ല ഹാപ്പി ആയിരുന്നു. ഞങ്ങളും അതിലേറെ ഹാപ്പി ആയിരുന്നു കേട്ടോ. നമ്മുടെ മക്കൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സമ്മാനമൊക്കെ മേടിക്കുമ്പോൾ അവരെയൊക്കെ ഹാപ്പി നമ്മളാണല്ലോ, പേരൻസ് ആണല്ലോ. അപ്പോൾ ഇന്ന് ഞങ്ങളും നല്ല ഹാപ്പിയാണ്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ ഡാൻസ് പരിപാടിയൊക്കെ കഴിഞ്ഞു. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു ഇവരുടെ. അപ്പോൾ ഇവർക്ക് പ്രൈസ് കിട്ടി. സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. മോള് സർട്ടിഫിക്കറ്റ് വെച്ച് ഇവർക്ക് ആണ്. അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ. ഇനി നമ്മൾ ഉച്ചത്തേക്കൊന്നും ഉണ്ടാക്കാതെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ബിരിയാണി കഴിക്കാൻ പോകും. അല്ലേ ഗയ്സ്? ബിരിയാണി കഴിക്കാൻ പോകണം. നമ്മൾ കഴിക്കാനായിട്ട് MRA റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. നമ്മളിവിടെ പലപ്പോഴും ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ബിരിയാണി കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ടൊക്കെ വന്നതാണ്. പക്ഷേ ഞാനും മാളും വന്നപ്പോൾ കളം മാറ്റി ചവിട്ടി ഞങ്ങൾ പൊറോട്ടയും ബട്ടർ ചിക്കനും പറഞ്ഞു. അനീഷേട്ടൻ അതേ ഇതിൽ തന്നെ പിടിച്ച് ബിരിയാണി ഓർഡർ ചെയ്ത് കേട്ടോ. കുഴപ്പമില്ല, ഇവിടുത്തെ ഫുഡ് നല്ല ഫുഡാണ്. ഇവിടുത്തെ ഫുഡിനേക്കാൾ ഞങ്ങൾക്ക് ഇവിടുത്തെ ആംബിയൻസ് ആണ് ഇഷ്ടം.
പിന്നെ ഇവിടുത്തെ ഫുഡ് വളരെ ടേസ്റ്റിയാണ്. പിന്നെ നമുക്ക് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര തിരക്കാണെങ്കിലും നമ്മൾ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യേണ്ടി വരാറില്ല, പെട്ടെന്ന് തന്നെ ഫുഡ് കിട്ടും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതേ ഇറങ്ങി. ഒക്കെ നമുക്ക് ഇവിടെ കയറി വരുമ്പോൾ തന്നെ ബേക്കറി ഐറ്റംസ്, ചിപ്സൊക്കെ അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ ഫ്രണ്ടിൽ തന്നെ ചായക്കട പോലത്തെ ഒരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ചായ കടികളും കുറേ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ചായയും പുറത്തുനിന്നിരുന്നോ അല്ലെങ്കിൽ അകത്ത് വന്നിരുന്നോ എങ്ങനെ വേണമെങ്കിലും കുടിക്കാം. അങ്ങനെ ഒരു സെറ്റപ്പ് അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്നും ഞങ്ങൾ ഇറങ്ങി, ഞങ്ങൾ ദേ വീട്ടിലെത്തി. അപ്പം ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. ഇപ്പോൾ ഒരു 2 മണി 2:30 ആയി തോന്നുന്നു കേട്ടോ. ഏകദേശം 2 മണി 2:30 ആയിട്ടുണ്ട്. ഇനി നമ്മൾ വേറെ എങ്ങോട്ടും ഇല്ല. ഇനിയിപ്പം മാള് ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പം മാള് മിക്കവാറും ഉറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ദേ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ദേ കഴിച്ചിട്ടും കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ നിൽക്കട്ടെ.